ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അൽഹംദുലില്ലാ നമ്മളൊരു സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഇതൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ, വളരെ ഷോർട്ടായിട്ടുള്ള ഒരു വ്ളോഗാണ്. നോമ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോസൊക്കെ ഡിലേ ആവുന്നതിൻ്റെ പിറകിലുള്ള സത്യാവസ്ഥ വേറെ ഒന്നുമല്ല, നല്ല മടിയാണ്. ഇന്ന് ഒരു ദിവസം നല്ല നാടൻ ഊണ് ഉണ്ടാക്കാൻ പോകുമായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസത്തെ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ ട്രൈപോഡ് കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും ചമ്മന്തിപ്പൊടിയായിരുന്നു. കടുകൊക്കെ വറുത്തിട്ടിട്ടുള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ. ഇത് ചമ്മന്തിപ്പൊടിയായിട്ട് തന്നെയാണ് കഴിക്കുന്നത്. ഇത് അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഹേസുട്ടന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ചമ്മന്തി. അമ്മച്ചി ഉണ്ടാക്കുന്ന ചമ്മന്തിപ്പൊടി നല്ല എരിവും അതേപോലെ ഉള്ളിയൊക്കെ വറുത്തിട്ട് ഇടുന്നത് കൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചു. ഹേസുട്ടന് രാവിലെ അത് തന്നെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഹേസുട്ടന് സ്നാക്ക് ടൈമിലാണ് കുറുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെ നമ്മളൊരു അൺബോക്സിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. രാത്രിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാനും ഹേസുട്ടനും. സംഭവം വൈകുന്നേരമാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. വേറെ ഒന്നുമല്ല, ഹേസുട്ടൻ്റെ വാട്ടർ ബോട്ടിലാണ്. ഒരു പിങ്ക് കളറിലുള്ള വാട്ടർ ബോട്ടിൽ ഫുള്ള് എന്തോ ഒരു കറുത്ത കുത്ത് പോലെ വന്നിട്ടുണ്ടായിരുന്നു. അത് സിലിക്കൻ്റെ അവൻ്റെ കപ്പിലാണെന്നുണ്ടെങ്കിലും ഒരു ബൗൾ സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഒരു പിബും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്ന സെറ്റ് സിലിക്കൻ്റെ. ആ ഒരു ബൗളിൻ്റെ കാര്യത്തിലും ഇതേപോലെ തന്നെ ചെറിയ ചെറിയ കറുത്ത കുത്തുകൾ വീഴാറുണ്ട്. അത് എത്ര ക്ലീൻ ചെയ്താലും പോകത്തില്ല. പക്ഷേ അവൻ്റെ ആ ഒരു ബോട്ടിൽ ഇതേപോലെ ചൂടുവെള്ളത്തിലിട്ടിട്ടും നമ്മൾ ബ്രഷ് വെച്ചിട്ട് വാഷ് ചെയ്തിട്ടും ഒന്നും പോകാത്തത് കൊണ്ട് പിന്നെ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അത് മാറ്റിയിട്ട് വേറെ ഒരെണ്ണം വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പുതിയത് വാങ്ങിച്ചതാണ്. അത് ആ ഒരു ബോട്ടിൽ എനിക്കൊന്നും ഒരു വർഷത്തിൽ കൂടുതലാവില്ല, ഒരു വർഷമാവും എന്തായാലും. അതുകൊണ്ട് തന്നെ മാറ്റാമെന്ന് വിചാരിച്ചു. PPA ഫ്രീ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു വാട്ടർ ബോട്ടിൽ തന്നെയായിരുന്നേ. അപ്പോൾ എക്സിട്ടൻ എന്തായാലും കളറൊക്കെ ഇഷ്ടപ്പെട്ടു. അതിൽ 2 കൊമ്പൊക്കെ ഉണ്ടായിരുന്നേ. അതിലൊരു വള്ളി പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് ജസ്റ്റ് ഞാൻ ഇട്ട് കൊടുത്ത് കാണിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഞാനങ്ങ് മാറ്റി. എനിക്കൊരു ചെറിയൊരു പേടി കയറിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനങ്ങ് മാറ്റി. കാരണം വള്ളിയൊക്കെ കഴുത്തിൽ കുരുങ്ങിയാലോ എന്ന് പേടിച്ചിട്ട് ഞാനപ്പോൾ തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ആൾക്ക് വലിയ ഇൻട്രസ്റ്റ് അതിനോടില്ലാത്തത് കൊണ്ട് വലുതായിട്ട് കരഞ്ഞതൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അൺബോക്സിംഗ് ഒക്കെ ഇന്നലെ രാത്രി തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാഷ് ചെയ്തിട്ട് ഇന്ന് എന്തായാലും കുട്ടി വെള്ളമൊക്കെ കുടിക്കുന്നത് ഭയങ്കര പരിഷ്കാരനായിട്ട് അതിനകത്തൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ വാപ്പച്ചി ഒരു അടിപൊളി ഷേക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു, നല്ല തണുത്ത ഷേക്ക്. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നേ. ഫ്രൂട്ട്സും പാലൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷേക്കായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ സമ്മർ ടൈമിൽ നല്ല രീതിയിലുള്ള എന്തെങ്കിലും റിഫ്രഷ്മെൻറ്റ് ഡ്രിങ്ക് എപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കാനാണ് തോന്നാറുള്ളത്. അപ്പോൾ ഹേസുട്ടനും മമ്മും കൂടെ നല്ല ചൂടായതുകൊണ്ട് തന്നെ പുറത്ത് നിന്ന് കളിയിലായിരുന്നു കേട്ടോ. പൈപ്പ് ലൈനിൽ നിന്ന് പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളമൊക്കെ എടുത്ത് രണ്ടുപേരും കൂടെ ഭയങ്കര കളിയിലായിരുന്നു കുറേ നേരം. ഹേസുട്ടൻ്റെ ആ ഒരു പാത്രത്തിനകത്തൊക്കെ കയറ്റി ഇരുത്തി കുറേ നേരം കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ചെക്കൻ പിന്നീട് അകത്ത് കയറുന്നുണ്ടായിരുന്നില്ല. നല്ല ചൂടായതുകൊണ്ട് തന്നെ കുറച്ച് നേരം നിന്ന് കളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വെള്ളത്തിൽ ഇറക്കിയതാണ്. പക്ഷെ പിന്നീട് തിരിച്ച് കയറുന്നുണ്ടായിരുന്നില്ല. അതായിരുന്നു കോമഡി. പിന്നെ മമ്മ കുറേ നേരം അവൻ്റെ അടുത്ത് തന്നെ നിന്നിട്ടുണ്ടായിരുന്നേ. മമ്മ എൻ്റെ അനിയനാണ് കേട്ടോ, ഞാൻ 2ാമത്തെ ആളാണ്. ഇനി നമുക്കൊരു മൂത്ത ആളും കൂടിയുണ്ട്, ഇത്തായാണ് കേട്ടോ. അനിയനാണോ എന്ന് ഒരു കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അനിയൻ തന്നെയാണ്, ആള് വർക്ക് ചെയ്യാണ്, റേഡിയോഗ്രാഫറാണ് കേട്ടോ. ആള് ഈദിന്റെ ലീവിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ്. പക്ഷെ നല്ല നാടൻ നമ്മുടെ സുന്ദരി ചീര തോരൻ വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല കൊഴിയാള മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് മീൻ പൊരിച്ചിട്ടുണ്ട്. പിന്നെ ചമ്മന്തി മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. നല്ല നാടൻ ഊണിങ്ങനെ കഴിക്കാനായിട്ട് കൊതിച്ചിരിക്കുകയായിരുന്നേ. നമ്മൾ ഉദ്ദേശിച്ചത് പൊതിച്ചോറായിരുന്നു. പക്ഷേ സമയം കുറവുള്ളത് കൊണ്ട് നമ്മളിന്ന് ഇങ്ങനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. വേറൊരു ദിവസം എന്തായാലും പൊതിച്ചോറിൻ്റെ റെസിപ്പി ചെയ്ത് നമ്മൾ കഴിക്കണമെന്നുണ്ട്. അപ്പോൾ മീനൊക്കെ നന്നായിട്ട് പൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചോറ് ഇപ്പുറത്ത് വെന്തുകൊണ്ടിരിക്കുകയാണ്. ഹേസുട്ടനെ എങ്ങനെയെങ്കിലുമൊക്കെ അകത്ത് കയറ്റിയിട്ട് ബഹളമായിരുന്നു, നല്ല കരച്ചിലുണ്ടായിരുന്നു. എങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ അകത്ത് കയറ്റിയിട്ട് സങ്കടത്തിലാണ് കേട്ടോ ഇപ്പോൾ ആൾ. മാമച്ചിയുടെ തോളിൽ കിടക്കുന്നത്. നമ്മുടെ പൂച്ചക്കുഞ്ഞിനെ തള്ളപ്പൂച്ച എവിടെയോ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇങ്ങനെ വീട് മാറി മാറി പോകല് പൂച്ചയുടെ ഒരു മെയിൻ ഹോബിയാണല്ലോ. അങ്ങനെ പ്രസവിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ 3 വീടോ അങ്ങനെ എന്തൊക്കെയോ മാറുമെന്നൊക്കെ വാപ്പച്ചി പറയുന്നത് കേട്ടോ. ഇങ്ങനെ ഓരോ ദിവസവും കുഞ്ഞിനെ ഓരോ സ്ഥലത്തോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എവിടെയാണെന്ന് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ ഊണിലുള്ള ഐറ്റംസൊക്കെ അങ്ങനെ ടേബിൾ ചെയ്തു. നല്ല മീൻ പൊരിച്ചതുണ്ട്, അതേപോലെ നല്ല സുന്ദരി ചീര തോരനുണ്ട്, പിന്നെ ഉമ്മച്ചിയുടെ നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ചമ്മന്തി ഉണ്ട്. ഈ ഒരു ചമ്മന്തി മാത്രം മതി കേട്ടോ, ഒരു പറ ചോറുണ്ട് കേട്ടോ. അത്രയും ലെവൽ ഓഫ് ടേസ്റ്റ് ആയിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല വഴറ്റിയിട്ടൊക്കെ ചെറിയ ഉള്ളിയും പച്ചമുളകൊക്കെ വഴറ്റിയതിന് ശേഷം ഉണ്ടാക്കിയൊരു ചമ്മന്തി ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പച്ചമോരും ഉണ്ടായിരുന്നു. ഇത്ര ഐറ്റം മതി നമുക്ക്. സത്യം പറഞ്ഞാൽ ചമ്മന്തിയും മീൻ പൊരിച്ചതും മാത്രം മതിയായിരുന്നു. ആ ഒരു ടേസ്റ്റാണ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ ഇത്ര ഐറ്റംസും കൂടി ആയി കഴിഞ്ഞപ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. അങ്ങനെ നല്ല രീതിയിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഹേസുട്ടന് പിന്നെ ചോറ് കൊടുത്തു. അതിന് ശേഷം കുറേ ഡ്രസ്സുകൾ മടക്കി വയ്ക്കാനുണ്ടായിരുന്നു. ഡ്രോയറിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ചൂടായതുകൊണ്ട് തന്നെ എപ്പോഴും ആൾ വെള്ളത്തിലും ദേഹം കഴുകലും കുളിക്കലും ഒക്കെ ആയതുകൊണ്ട് ഡ്രസ്സൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതെല്ലാം കഴുകി മടക്കി ഇതിനകത്ത് ആക്കിയപ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷമായിരുന്നേ. ഇനി ഇതെല്ലാം 2 ദിവസത്തിനകം വീണ്ടും കഴുകാനിടേണ്ടി വരും. അതാണ് ഒരു വല്ലാത്തൊരു ടാസ്ക്. അപ്പോൾ അതൊക്കെ മടക്കി വെച്ചതിന് ശേഷം ഹേസുട്ടനെ കിടത്തി ഉറക്കി ചോറൊക്കെ കൊടുത്തു.
കൊടുത്തതുകൊണ്ട്. അതിനുശേഷം ഞാനും പോയി കുളിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വളരെ ഷോർട്ടായിട്ടുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ.